ഹായ്, എൻ്റെ പേര് രേഷ്മ. ഞാൻ മാസ്റ്റർ ഓഫ് നഴ്സിംഗിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ പോയിരിക്കുവാണ്. ഞാൻ കറൻ്റ്ലി BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് അനന്തപുരി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ഓസ്ട്രേലിയ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ആൻഡ് ഫോർ ഹയർ സ്റ്റഡീസിനാണെങ്കിലും ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ഓസ്ട്രേലിയ ആണെന്ന് തോന്നി. ആൻഡ് മോറോവർ ഞാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് ആണ്. സോ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാലും നഴ്സായിട്ട് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യേണ്ടയും സ്കോപ്പ് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ തോന്നിയതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. ഞാൻ മാസ്റ്റർ ഓഫ് നഴ്സിംഗ് അപ്ലൈ ചെയ്തത് എഡ്കോവൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പം വിസ എപ്പോൾ വരും എന്നുള്ള ഒരു ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും, വിസ ആയോ, എപ്പോൾ വരും, എപ്പോൾ വരും, ലൈക്ക് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എപ്പോഴാ വരുന്നതെന്നും. അപ്പം അതിന്റെ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഞാൻ കണ്ടിന്യൂസ്ലി വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഈച്ച് ആൻഡ് എവറി ടൈം എൻ്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റിംഗിൽ തന്നെ കോള് ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നീതു ചേച്ചി ആയാലും ഐശ്വര്യ ചേച്ചി ആയാലും ശ്രീജി ചേട്ടനായാലും ഇവർ മൂന്ന് പേരായിരുന്നു മെയിൻ ആയിട്ട് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ദീസ് ത്രീ വെർ വെരി ഹെൽപ്ഫുൾ ഫോർ മീ. പിന്നെ എൻ്റെ ഈ ഒരു 1 മന്ത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ആക്ച്വലി ഞാൻ വർക്കിങ്ങും കൂടെ ആയിരുന്നു. അപ്പൊ എനിക്ക് അത് രണ്ടും കൂടെ ഇങ്ങനെ ടാലി ആയി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു യൂറോപ്പിന്റെ സൈഡിൽ നിന്ന് കിട്ടിയത്. അവർ പറയും, പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ സൈഡിൽ നിന്നെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്നെ വിളിച്ചിട്ടുള്ളത് ഗീത ചേച്ചിയായിരുന്നു. വിളിച്ചിട്ട് എവിടാന്നൊക്കെ ചോദിച്ചു, വിശേഷം ചോദിച്ചു. അപ്പൊ പോലും ഞാൻ അറിയത്തില്ല സത്യത്തിൽ വിസ പറഞ്ഞ കാര്യം. ഭയങ്കര ആശ്വാസമായിരുന്നു. ഗീത ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, വിസയായി, നീ ഉടനെ വാ, നമുക്ക് ഇവിടെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ച് ജസ്റ്റ് ലൈക്ക് എ ഫാമിലി യൂറോപ്പിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്യൂച്ചറിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് ആയാലും ആരായാലും ഒരു അബ്രോഡ് സ്റ്റഡി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സൈഡിൽ നിന്ന് യൂറോപ്യ തന്നെ ആയിരിക്കും. എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇവരുടെ ഡോക്യുമെന്റേഷൻ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി പേപ്പേഴ്സ് ഇവർ മൾട്ടിപ്പിൾ ടൈംസ് ചെക്ക് ചെയ്തിട്ടായിരുന്നു സബ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ലൈക്ക് ഞാൻ പോലും എൻ്റെ പാസ്പോർട്ട് നമ്പറിലൊക്കെ എറർ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നതെല്ലാം യൂറോപ്പിന്റെ സൈഡിലായിരുന്നു. സോ ഇൻ ഫ്യൂച്ചറിൽ ആരെങ്കിലും ലൈക്ക് അബ്രോഡ് സ്റ്റഡീസ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ I'll definitely suggest Eurovi consultants. They are the best. They are best in the town. Thank you.